ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ പാചകം ചെയ്യുമ്പോൾ നമ്മൾ തിളച്ചൊക്കെ അത് പൊങ്ങിയൊക്കെ കളഞ്ഞ് ആ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തൊക്കെ വിടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീഴുമ്പോൾ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അല്ല, ഈ ഇപ്പം മഴ സമയത്ത് തന്നെ എന്നും നമുക്ക് ഗ്യാസ് അടുപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബർണറിൻ്റെ ആ ഒരു അളവിന് അനുസരിച്ച് നമുക്കതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ബർണർ ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ വളയം ഒന്ന് വച്ച് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗം വെച്ചിട്ട് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം കേട്ടോ. നമുക്ക് ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം വച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിളച്ചൊക്കെ പൊങ്ങി തൂക്കി പോകുമ്പോൾ നമുക്ക് ആ ഒരു അടുപ്പിൻ്റെ പുറത്താവാതെ തന്നെ ആ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ പുറത്ത് മാത്രമേ വന്ന് വീഴാറുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പാചകം എല്ലാം തീർന്നതിന് ശേഷം നമുക്ക് ആ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ മാറ്റിക്കളയാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലും, നമ്മൾ കേക്കിനൊക്കെ ഇതുപോലെയൊക്കെ ഫ്രഷ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ആ ബോട്ടിലെടുത്ത് കളയുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ബോട്ടിലൊന്നും കളയല്ല കേട്ടോ. അത് നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ചൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആദ്യം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത് നിറച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ അടച്ചെടുക്കാം. അപ്പോൾ എത്ര തിളച്ച വെള്ളം വേണമെങ്കിലും നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മഴ സമയത്തൊക്കെ നമ്മുടെ കൈമുട്ടിലൊക്കെ തരിപ്പും അതുപോലെ തന്നെ വേദനയൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചൂടൊക്കെ പിടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് പിടിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കയ്യിൽ തരിപ്പും വേദനയൊക്കെ അനുഭവപ്പെട്ടാൽ ഇത് ഒന്ന് വെള്ളം നിറച്ച ശേഷം നമ്മളിതുപോലെ കയ്യിലൊന്ന് പിടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മീനൊക്കെ വാങ്ങിച്ച ശേഷം നമ്മൾ പുറത്തൊക്കെ വെച്ചായിരിക്കും നമ്മൾ കൂടുതൽ പേരും മീൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് മീനൊന്നും പുറത്തൊന്നും വെച്ച് കട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മീനിലേക്ക് ചെതുമ്പലൊക്കെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ അടുക്കളയിലെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ നമ്മുടെ തുണിയിലൊക്കെ ദേഹത്തൊക്കെ തെറിക്കാറുണ്ടല്ലോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മീൻ എടുത്തിട്ടുണ്ട്. നല്ല ചെതുമ്പലുള്ള മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. ആ മീനൊന്ന് നിമന്ന് നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്ത ശേഷം 10 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടി വയ്ക്കണം. ആ ഒരു കട്ടിയുള്ള ആ ഒരു ചെതുമ്പലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ കത്തിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൽ പോലത്തെ ഒരു സ്പൂണാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ആ ചെതുമ്പൽ കളയുകയാണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ വെച്ച് തന്നെ ഇതുപോലെ കളയുകയാണെങ്കിൽ ആ കൗണ്ടർ ടോപ്പിലോ അതുപോലെ തന്നെ നമ്മളെ ദേഹത്തോ ഒന്നും ഇതിൻ്റെ ചെതുമ്പൽ തെറിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മീൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ സ്ലാബിലോ അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തോ ഒന്നും അതിൻ്റെ ആ ഒരു ചെതുമ്പലൊന്നും തെറിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് മീൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് വീട്ടിനകത്ത് വെച്ചൊക്കെ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് മീൻ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം. ഈ ടിപ്സ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പഞ്ചസാര നമ്മൾ ഇതുപോലത്തെ കവറിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ലതുപോലെ ഇറുക്കി അവർ കെട്ടിയാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അഴിച്ചെടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ.
അപ്പം നമ്മൾ ഇതുപോലെ ആ ഒരു 2 ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ആ ഒരു ഇത് കവറിൻ്റെ ആ ഒരു ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ കെട്ട് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കെട്ടൊക്കെ അഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ലൊരു ടിപ്സാണ് കേട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ചീപ്പൊക്കെ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചായിരിക്കും വൃത്തിയാക്കുന്നത്. സോപ്പ് ചൂടുവെള്ളത്തിലിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അഴുക്കെല്ലാം കളയാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൗഡർ കുറച്ചൊന്ന് ആ ഒരു ചീപ്പിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്തിരി കട്ടിക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നമ്മളതിനെ ഒന്ന് തൂക്കിക്കളയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ബ്രഷിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഇതുപോലെ ഒന്ന് ഞാൻ തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെള്ളം ഒന്നും നനയ്ക്കാതെ തന്നെ ആ ഒരു ബ്രഷിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല ചീപ്പ് ഇടയ്ക്ക് നമുക്ക് നല്ലതുപോലെ ചൂടുവെള്ളത്തിലിട്ട് കഴുകുന്നത് നല്ലതാണ് കേട്ടോ. താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചീപ്പ് ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ വൃത്തിയാക്കി കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തലയിലൊക്കെ താരനൊക്കെ കൂടാൻ നല്ല ഇതാണ് കേട്ടോ, സാധ്യതയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചീപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടൊക്കെ നല്ലതുപോലെ വേദന വരാറുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ തരിക്കാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വെള്ള കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കല്ലുപ്പ് മാത്രമല്ല കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇതിനെ ഒന്ന് ചുറ്റിച്ച് ഇതുപോലെ എടുക്കാം. അതിനുശേഷം ഒരു കിഴി കെട്ടും പോലെ നമ്മളൊന്ന് ഇതിനെ ഒന്ന് കിഴി കെട്ടി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് ഈ ഉപ്പൊന്ന് വച്ച് ചൂടാക്കി എടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ മുട്ടുവേദനയുള്ള ഭാഗത്തും അതുപോലെ തന്നെ മുട്ടിൻ്റെയൊക്കെ തരിപ്പൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് കിഴി വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം കിട്ടും കേട്ടോ. നമുക്ക് ഈ തണുപ്പ് കാലത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുട്ടുവേദനയും അതുപോലെ കാലിലെ തരിപ്പൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.